നുണ നുണ നുണ. തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി പറഞ്ഞതത്രയും കള്ളമാണ്. കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിൽ ഒറ്റമുറി വീട്ടിൽ 80 വോട്ടർമാരുണ്ടായിരുന്നു. രാഹുലിന്റെ ഒരു ആരോപണം. എന്നാൽ ഇത് നിഷേധിച്ച് വീട്ടുടമയായ കോൺഗ്രസ് പ്രവർത്തക തന്നെ രംഗത്തെത്തി. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിൽ പലപ്പോഴായി താമസിച്ച കുടിയേറ്റ തൊഴിലാളികൾ വാടക കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ വോട്ടർ ID കാർഡുകളാണതെന്നും വീട് മാറിയ ശേഷവും ഡിലീറ്റ് ചെയ്യപ്പെട്ടതാണെന്നും ഉടമ വിശദമാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഒരാൾ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് BLOയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദിത്യ ശ്രീവാസ്തവ എന്നൊരാളെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിന് UPയിലും ബാംഗ്ലൂരിലും വോട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു കള്ളം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദിത്യ ശ്രീവാസ്തവ തന്നെ നേരിട്ടും ഇത് നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. UPയിൽ നിന്ന് ട്രാൻസ്ഫറായി ബാംഗ്ലൂരിലേക്ക് വന്ന സമയത്ത് തന്റെ വോട്ട് ഇങ്ങോട്ടേക്ക് ചേർക്കുകയായിരുന്നുവെന്നും താൻ ഇവിടെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂവെന്നും ആദിത്യ ശ്രീവാസ്തവ പറയുന്നു. വ്യാജ വോട്ടേഴ്സ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച 3 അംഗ കുടുംബം മാധ്യമങ്ങളെ കണ്ട് തങ്ങൾ വ്യാജ വോട്ടർമാരല്ലെന്ന് പറയുന്ന സ്ഥിതി പോലുമുണ്ടായി. കള്ളത്തരങ്ങൾ നിറഞ്ഞ പിപ്പിടിയുമായി മാധ്യമങ്ങളെ കണ്ടാൽ ജനം താങ്കളുടെ നുണകൾ വിശ്വസിക്കും എന്നതും വെറും വ്യാമോഹം മാത്രമാണ്. മിസ്റ്റർ രാഹുൽ, രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അവിശ്വാസം സൃഷ്ടിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമം രാജ്യം പരാജയപ്പെടുത്തും.